സുനിൽ സുന്ദർ. എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്നത് പ്രേതാനുഭവങ്ങളെ കുറിച്ചാണ്. അപ്പോൾ ഞാൻ എൻ്റെ ചാനൽ കൂടി അധികമായും പ്രേതാനുഭവങ്ങളാണ് പറയുന്നത്. കാരണം ഞാൻ ഈ പ്രേതബാധ ഒഴിപ്പിക്കാൻ പോകുന്ന ഒരു വ്യക്തിയാണ്. എന്താണ് പ്രേതബാധ? നമ്മുടെ മനുഷ്യ ശരീരങ്ങളിൽ ആത്മാക്കൾ കയറിയിട്ട് കാണിക്കുന്ന ചില വികൃതികളാണ്. അതിന് നമ്മൾ പ്രേതബാധയെന്ന് പറയും. പ്രേതം പിടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വന്നാൽ അതിനെ ഒഴിപ്പിക്കാൻ പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. വർഷങ്ങളായിട്ട് ഇതിൻ്റെ പിന്നിലുണ്ട്. ഇന്ത്യ മൊത്തവും ഞാൻ യാത്ര ചെയ്തിട്ട് ഇങ്ങനെയുള്ള സംഭവങ്ങൾ പോയി പരിഹരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ ഞാൻ എൻ്റെ ചാനൽ കൂടി കഥാരൂപേണ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പം പലരുടെയും ചോദ്യം, ഈ പ്രേത ലക്ഷണങ്ങൾ, അതായത് ഒരു മനുഷ്യ ശരീരത്തിലേക്ക് ഒരു പ്രേതം വന്നാൽ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? പലർക്കും പല വിധത്തിലാണ് വരുന്നത്. എങ്കിലും പൊതുവേ വരുന്ന ചില ലക്ഷണങ്ങളെക്കുറിച്ച് പറയാം. കാര്യം എല്ലാവരും ഇത് അറിയാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ്. വിശദമായി തന്നെ ഞാൻ പറയാം. നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിൽ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ചോളൂ. ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട്, അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം. അങ്ങനെ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഒരാഴ്ചക്കുള്ളിൽ ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് നമുക്ക് നേരിട്ട് സംസാരിക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. പ്രേതബാധകൾ. എൻ്റെ ഈ ചാനലിൽ ഏറ്റവും കൂടുതൽ ഞാൻ അവതരിപ്പിച്ചിട്ടുള്ളതും അതാണ്. എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും എന്നോട് ആവശ്യപ്പെടുന്നതും പ്രേതകഥകൾ അധികമായും പറയണം, അത് മാത്രം പറഞ്ഞാൽ മതി എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രേതകഥകൾ അത് പലരും പറയുന്നത് അത് കേട്ടൊന്ന് പേടിക്കാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ എന്താണ് പ്രേതങ്ങൾ? പ്രേതങ്ങളെന്ന് വെച്ചാൽ ശരീരമില്ലാത്ത മനുഷ്യൻ തന്നെയാണ്. അതായത് ജീവിച്ചിരുന്ന ഒരാൾ മരണശേഷം അയാളുടെ ശരീരം നമ്മൾ കത്തിച്ചോ പെട്ടിക്കകത്ത് അടക്കിയൊക്കെ നശിപ്പിക്കുന്നുണ്ട്. അതങ്ങ് തീർത്തും ഭൂമിയിലേക്ക് അലിഞ്ഞു ചേരുന്നുണ്ട്. പക്ഷേ ആത്മാവ് ഒരിക്കലും നശിക്കുന്നില്ല. ഇപ്പം ഞാനിരിക്കുന്നു, എൻ്റെ ശരീരം നഷ്ടപ്പെട്ടു പോയാലും എൻ്റെ ആത്മാവ് അത് നഷ്ടപ്പെടുന്നില്ല, അതൊരിക്കലും നശിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം ശരീരം വിട്ട് കഴിഞ്ഞാൽ ആത്മാക്കൾക്ക് പിന്നെ പോയി വസിക്കാൻ പറ്റുന്ന ഒരു സ്പേസാണ് പിതൃലോകമെന്ന് പറയുന്നത്. അത് ഭൂമിക്കും ചന്ദ്രമണ്ഡലത്തിനും ഇടയ്ക്ക് വരുന്ന ഒരു സ്പേസിലാണ് ഇവർ വസിക്കുന്നത്. അപ്പോൾ അവിടെ ഇവർക്ക്, അതായത് ഈ ഒരു ശരീരം സ്വീകരിച്ചു ജനനം എടുത്തു കഴിഞ്ഞാൽ, അതായത് ജനിച്ചു കഴിഞ്ഞാൽ മരണമുണ്ട്. ഈ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ വീണ്ടും ജനനമുണ്ട്. അപ്പോൾ വീണ്ടും ജനിക്കണമെന്നുണ്ടെങ്കിൽ ഇവർ ഈ സ്പേസിലേക്ക് അവർക്ക് എത്തണം. പിതൃമണ്ഡലത്തിലേക്ക്, പിതൃലോകത്തിലേക്ക് അവർക്ക് എത്തണം. അങ്ങനെ എത്തണമെന്നുണ്ടെങ്കിൽ ജീവിച്ചിരുന്നപ്പോൾ, ഈ ശരീരം സ്വീകരിച്ചിരുന്നപ്പോൾ ആരാണോ ബന്ധുക്കൾ, അവരൊക്കെ ഭൂമിയിൽ നിന്നും ഈ ബന്ധത്തെ മുറിച്ചുവിടുന്ന വിധത്തിലുള്ള കർമ്മങ്ങൾ, അതാണ് പിതൃതർപ്പണങ്ങൾ, അത് കൊടുത്ത് അവർ മോക്ഷപ്രാപ്തി പദത്തിലേക്ക്, നമ്മുടെ സമൂഹത്തിൽ നിന്നും അവരെ അവരുടേതായ ഒരു സ്പേസിലേക്ക് പറഞ്ഞു വിടുന്ന കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ആ കർമ്മങ്ങളിൽ കുറവുകൾ വരുമ്പോൾ, അതായത് ഈ ആത്മാക്കൾക്ക് മോക്ഷപ്രാപ്തി കിട്ടാതെ വരുമ്പോൾ ആണ് അവരെല്ലാവരും പ്രേതങ്ങളായി മാറുന്നത്. അവർക്ക് പിന്നെ ഒരിക്കലും അങ്ങോട്ട് പോകാൻ സാധിക്കില്ല. അങ്ങോട്ട് പോകാൻ സാധിക്കാതെ വരുമ്പോൾ അന്തരീക്ഷത്തിൽ, മനുഷ്യൻ വസിക്കുന്ന അന്തരീക്ഷത്തിൽ തന്നെ ശരീരമില്ലാത്തൊരവസ്ഥ. ഉദാഹരണം ഞാൻ എന്നെ പറഞ്ഞല്ലോ, ഞാൻ മരണപ്പെട്ടു പോയാൽ എനിക്ക് കൃത്യമായും മോക്ഷപ്രാപ്തി പദത്തിലേക്ക് എനിക്ക് എത്താൻ പറ്റിയില്ലെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് വേണ്ടപ്പെട്ടവർ എനിക്ക് വേണ്ടിയിട്ടുള്ള തർപ്പണങ്ങൾ ചെയ്ത് തന്നില്ലെങ്കിൽ, ശരീരമില്ലാത്ത ഇതേ ബോധത്തോടുകൂടി പുറത്ത് ആർക്കും കാണാൻ പറ്റാത്ത വിധത്തിൽ എൻ്റെ ആത്മാവ് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് ഈ സമൂഹത്തിൽ തന്നെ, ഈ അന്തരീക്ഷത്തിൽ തന്നെ ഉണ്ടായിരിക്കും. അതാണ് പ്രേതങ്ങൾ. ആ പ്രേതങ്ങൾ ഒരു മനുഷ്യൻ്റെ ഉള്ളിലേക്ക്, അവൻ്റെ ആത്മാവിലേക്ക് കയറുന്നുണ്ട്. അങ്ങനെ കയറി കഴിയുമ്പോൾ കാണിക്കുന്ന ലക്ഷണങ്ങൾ, കാര്യം ഇത് നമ്മൾ ഭയപ്പെട്ടേ പറ്റൂ. തീർത്തും ഭയപ്പെടണമെന്നല്ല, ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ സൂക്ഷിക്കണം, ഒന്ന് ഭയപ്പെടണം. കാര്യം എന്തിനേയും നമ്മൾ ഭയപ്പെടണമല്ലോ. നടന്നു പോകുമ്പോൾ ഒരു ചെറിയ മുള്ളു പോലും കൊള്ളാതിരിക്കാൻ നമ്മൾ ഭയപ്പെടുന്നു. പാഞ്ഞു പോകുന്ന വണ്ടികൾ റോഡിൽ കൂടെ പോകുമ്പോൾ നമ്മൾ ഫുട്പാത്തിൽ കൂടെ നടന്നു പോയാൽ നമ്മളൊന്ന് ശ്രദ്ധിക്കും, ഒന്ന് പേടിക്കും. എന്തിനേയും നമ്മളൊരു സംശയത്തോടു കൂടിയോ അല്ലെങ്കിൽ ഒരു പേടിയോടുകൂടി മാത്രമേ നമുക്ക് എല്ലാത്തിനെയും നേരിടാൻ പറ്റൂ. അതുപോലെ ഇതിനെയും സുഗമമായിട്ട്, അല്ലെങ്കിൽ ഇതൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് ചെന്ന് കയറി കൊടുക്കണ്ട, പക്ഷെ ഒന്ന് നമ്മൾ ഭയപ്പെട്ട് നിൽക്കുക. ഇത് നമ്മളിലേക്ക് വന്നാൽ നമുക്ക് ചില ബുദ്ധിമുട്ടുകൾ ഇതുണ്ടാകും. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ഭയപ്പെടണം എന്ന് പറഞ്ഞത്. എന്ന് വിചാരിച്ചിട്ട് ഞെട്ടിപ്പറച്ച് നമ്മൾ പേടിച്ച് പനി പിടിച്ച് കിടക്കേണ്ട കാര്യമൊന്നുമില്ല. അത് ഞാൻ എപ്പോഴും പറയാറുണ്ട്. കാരണം നമ്മൾ ഭയപ്പെടുന്ന സമയത്തിനാണ് ഇത് കൂടുതൽ നമ്മുടെ ഉള്ളിലേക്ക് കയറുന്നത്. ആ സമയത്തിന് ഇത് നമ്മുടെ ഉള്ളിലേക്ക് കയറാൻ പറ്റും. പക്ഷേ അങ്ങനെ ഭയപ്പെട്ടാൽ പോലും, അപ്പോൾ നമ്മൾ എപ്പോഴും മിക്കവാറും ഭയപ്പെടുന്നുണ്ടല്ലോ, അപ്പോഴെല്ലാം ഇത് നമ്മുടെ ശരീരത്തിലേക്ക് കയറാറില്ലേ? ഇനി നമ്മൾ ഇപ്പം ഞാൻ ഒരാളിരിക്കുന്നതിൽ എൻ്റെ ചുറ്റിന് 1,00,000-ഓളം ആത്മാക്കൾ വായി നോക്കി നിൽക്കുന്നുണ്ടായിരിക്കാം എൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. എന്തുകൊണ്ട് ഇതിന് എല്ലാ ശരീരത്തിലും എപ്പോഴും കയറാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ആദ്യം പറയാം. ഒരു ആത്മാവ്
ഇപ്പം ഒരു ആത്മാവ് എൻ്റെ അടുത്ത് നിൽക്കുന്നു, ഇത് എൻ്റെ ശരീരത്തിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാനിരിക്കുമ്പോൾ എൻ്റെ ചുറ്റിനും ഒരു പ്രകാശവലയമുണ്ട്. അതിന് നമ്മൾ ഓറ എന്ന് പറയും. അത് കൃത്യമായി അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഇരുട്ട് മുറിയിൽ നിൽക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഉള്ള ഒരു ഇരുട്ട് മുറിയിലേക്ക് കൊണ്ട് നിർത്തിയിട്ട് നിങ്ങൾ നോക്കിയാൽ മതി. അയാളുടെ കണ്ണും മൂക്കും ഒന്നും കാണാൻ പറ്റത്തില്ല. ഒരു കറുത്ത രൂപം കാണാൻ നിൽക്കുന്നതായിട്ട് അയാളുടെ രൂപമാണ്. പക്ഷേ അത് എന്തുകൊണ്ട് ആ രൂപം കാണാൻ പറ്റുന്നു? ഇരുണ്ട മുറിയിൽ നിൽക്കുമ്പോൾ ഇരുണ്ട രൂപം കാണാൻ പറ്റുന്നത് ഈ നമ്മുടെ ആ ഷേപ്പിനനുസരിച്ച് ഒരു ചെറിയ ഒരു പ്രകാശം ചുറ്റിനുമുണ്ട്. അതാണ് ഓറ എന്ന് പറയുന്നത്. അത് നമ്മുടെ ശരീരത്തിൽ നിന്നും പ്രകാശിക്കുന്നതാണ് ഓറ. അപ്പം മരണം സംഭവിച്ചു പോയാൽ ശരീരം തീർത്തും നഷ്ടപ്പെടും, പക്ഷേ ആത്മാവിനോടൊപ്പം ഈ ഓറയും ഒരിക്കലും നഷ്ടപ്പെടില്ല. അതെപ്പോഴും ഈ ആത്മാവിനോടൊപ്പം ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് എല്ലാവരും ഈ പ്രേതത്തെ കണ്ടവരൊക്കെ ഉണ്ട് കേട്ടോ, ഒരുപാട് പേര് കണ്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് സത്യസന്ധമായിട്ട് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന തെളിവുകളൊക്കെ ഉണ്ട്. പക്ഷേ ഈ കണ്ടവരെല്ലാവരും ഈ ഓറയെ കാണുന്നത് ഒന്നുകിൽ കറുത്ത രൂപത്തിലോ, അധികവും കാണുന്നത് വെള്ള സാരി ഉടുത്ത് ഇങ്ങനെ കാറ്റിൽ കൂടി ഇങ്ങനെ പറന്നു പോകും പോലെയാണ്. അത് ഈ ഓറയുടെ സഞ്ചാരമാണത്. ഓറ എന്ന് വെച്ചാൽ വെളുപ്പാണ്, വെളുവിളായിരിക്കുന്നതാണ്. ആ ജീവിച്ചിരുന്ന അതേ രൂപത്തിലായിരിക്കും ഈ ഓറയും കാണുന്നത്. അല്ല ചുവന്ന സാരിയോ പച്ച സാരിയോ ഡിസൈനുള്ള സാരിയോ പൂക്കളുള്ള സാരിയോ എന്ന് കൊടുത്ത് ഒരു പ്രേതത്തിനെയും ആരും കണ്ടിട്ട് എല്ലാം വെള്ള വസ്ത്രങ്ങൾ കൊടുത്ത പ്രേതങ്ങളാണ് കാണുന്നത്. അതിൻ്റെ അർത്ഥം ഈ ഓറയാണ് നമ്മൾ, അഥവാ കാണുന്നവർ കാണുന്നത് ഓറയാണ്. അപ്പം നമുക്ക് തോന്നും വെള്ള വസ്ത്രം ഉടുത്തിരിക്കുന്നതായിട്ട് തോന്നും. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ ഓറ ഒരു മനുഷ്യ ശരീരത്തിൽ, ഇപ്പോൾ എൻ്റെ ശരീരത്തിലൊരു ഓറയുണ്ട്. ഈ ഓറയ്ക്കൊരു പവറുണ്ട്. ഇപ്പോൾ 1 മുതൽ 10 വരെയെന്ന് നമ്മൾ കണക്കാക്കുക. അപ്പോൾ എൻ്റെ പവർ ഒരു 8 ആണെങ്കിൽ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ശരീരം നഷ്ടപ്പെട്ടു പോകുന്നു, പക്ഷേ എൻ്റെ ആത്മാവിനോടൊപ്പം ഈ ഓറയും എപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കും. അപ്പോഴത്തേക്കാണ് എൻ്റെ അതേ പവറിലുള്ള മറ്റൊരു ജീവിച്ചിരിക്കുന്ന ഒരു ശരീരം, ആ ശരീരത്തിൻ്റെ ഓറ ലെവലും എൻ്റെ ഓറ ലെവലും ഒന്നാണെങ്കിൽ ചില അനുകൂല സാഹചര്യങ്ങളിൽ എനിക്ക് ആ ശരീരത്തിലേക്ക് കയറാൻ പറ്റും. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം എൻ്റെ ഓറ ലെവലും ജീവിച്ചിരിക്കുന്ന, അതായത് മരിച്ചു നിൽക്കുന്ന ആത്മാവിൻ്റെ ഓറ ലെവലും ജീവിച്ചിരിക്കുന്ന ഒരു ശരീരത്തിൻ്റെ ഓറ ലെവലും ഒന്നാണെങ്കിലും കയറാൻ പറ്റില്ല. പക്ഷേ അതിന് ചില പ്രത്യേക സാഹചര്യങ്ങൾ ഉണ്ടാകണം. അതിൽ പ്രധാനം നമ്മൾ ഭയപ്പെടുന്ന സമയമാണ്. നമ്മൾ ഞെട്ടിത്തെറിക്കുന്ന സമയത്തിന് ഇത് നമ്മുടെ ഉള്ളിലേക്ക് കയറാൻ പറ്റും. അങ്ങനെ ഒരുപാട് സാഹചര്യങ്ങളിൽ നമുക്ക് ഈ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന ഒരു ഗോസ്റ്റ് നമ്മുടെ ഉള്ളിലേക്ക് കയറും എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് വിശദമായിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, അതായത് ഈ രാത്രിയൊക്കെ ഈ ആളും പേരും ഇല്ലാത്ത സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ വിജനമായിട്ടുള്ള സ്ഥലങ്ങളിൽ, ഇത് കണക്ക് ചില പഴയ ആചാരങ്ങൾ നടന്നിരുന്ന ആൾത്തറകളോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന സ്ഥലത്ത് കൂടിയൊന്നും ഈ നട്ടുച്ച സമയത്തിനും രാത്രിയൊന്നും പോകരുത് എന്ന് പറയാൻ കാര്യം, അവിടെയൊക്കെ ആ ഭാഗത്തൂടേക്ക് നടന്നു പോകുമ്പോൾ നമ്മൾ പേടിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. വിജനമായ സ്ഥലമാണ്, ആരുമില്ല. നമുക്ക് ഒരു ഇതുണ്ട്, അയ്യോ ഇവിടെ അങ്ങനെ ഉണ്ടായിരുന്നു ഇങ്ങനെ ഉണ്ടായിരുന്നു മറ്റത് മറിച്ചെന്നൊക്കെ നമ്മളിങ്ങനെ പേടിച്ച് പോകുമ്പോഴത്തായിരിക്കും ഒരു മരക്കൊമ്പൊടിഞ്ഞ് വീഴുന്ന ശബ്ദം കേട്ടാൽ നമ്മൾ പെട്ടെന്ന് ഞെട്ടിത്തെറിക്കും. അല്ലെങ്കിൽ ഒരു പൂച്ച ചാടിയാൽ മതി, ഒന്നും വേണ്ട, ഒരു കരയിലൊന്ന് അനങ്ങിയാൽ മതി, വേണ്ട ഒരു നിലാവിൻ്റെ സമയത്തിൻ്റെ ഒരു മരച്ചില്ല ഇരുന്നൊന്ന് അനങ്ങിയാൽ മതി, നമുക്ക് തോന്നും ആരോ നമ്മളെ കൈയാട്ടി വിളിക്കുന്നു എന്നൊക്കെ തോന്നും. അങ്ങനെ പേടിക്കാനുള്ള സന്ദർഭങ്ങളിൽ അങ്ങനെയുള്ള സ്ഥലത്തു കൂടി നമ്മൾ യാത്ര ചെയ്യാതിരിക്കുക എന്നുള്ളതിന് പ്രധാനമായിട്ട്. അപ്പോൾ ഇത് അന്നത്തെ പ്രധാന ചോദ്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അതിൽ പ്രധാനം നമ്മളല്ലാതായി മാറിപ്പോകുന്ന ചില സാഹചര്യങ്ങൾ. പക്ഷേ അത് ഈ പ്രേതം കയറുന്ന ഒരാൾക്കത് മനസ്സിലാക്കാൻ സാധിക്കില്ല. വളരെ ചുരുക്കം ആൾക്കാർക്ക് സാധിക്കുന്നുണ്ട്, എന്നാൽ മിക്ക ആൾക്കാർക്കും സാധിക്കില്ല. സ്വഭാവത്തിൽ വരുന്ന മാറ്റം. അല്പം സുകുമാരൻ എന്ന് പറഞ്ഞിരുന്ന ഒരാൾ, അയാൾ ഇങ്ങനൊരു അവസ്ഥ, ഇങ്ങനൊരു നെഗറ്റീവ് അങ്ങയുടെ ശരീരത്തിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് തന്നെ തോന്നും ഇവൻ എന്ത് പറ്റി, ഇവൻ പഴയതുപോലെ അല്ലല്ലോ പെരുമാറുന്നത്, അവൻ്റെ സ്വഭാവത്തിന് ഒരുപാട് വ്യത്യാസം വരുന്നു. അത് സ്വയം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അനുഭവങ്ങളെന്ന് വെച്ചാൽ നമ്മളെ ആരോ പിന്തുടരുന്നതായി നമുക്ക് തോന്നുക, നിഴലാട്ടം. നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ ആരോ പാസ് ചെയ്ത് പോയതായിട്ട് തോന്നുക, ഒരു നിഴൽ പോയതായിട്ട് തോന്നുക, പെട്ടെന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുക, ആരോ പോയി എന്ന് തോന്നിയിട്ട് നമ്മൾ തിരിഞ്ഞു നോക്കുക. അതുപോലെ തന്നെ ചില പ്രത്യേക ഗന്ധങ്ങൾ ചില സ്ഥലത്തെത്തുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ എവിടെ പോയാലും ഒരു ഗന്ധം നമ്മളിങ്ങനെ പിന്തുടർന്നു കൊണ്ടിരിക്കുക. നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ആരോ നമ്മുടെ പേര് വിളിച്ചതായിട്ട് തോന്നിയിട്ട് നമ്മൾ തിരിഞ്ഞു നോക്കുക. അതുപോലെ അകാരണമായ പേടി, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരോട് വെറുപ്പ്, അവർ നമ്മുടെ ആരുമല്ല എന്നൊരു തോന്നൽ,
അവരെയൊക്കെ എപ്പോഴും നമ്മൾ ദുഃഖിപ്പിക്കാനും വഴക്കടിക്കാനും അവരെ ഉപദ്രവിക്കാനും ശ്രമിക്കുക. ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്തവർ അല്ലെങ്കിൽ കൊല്ലാത്തവർ മൃഗങ്ങളെയോ പക്ഷികളെയോ മനുഷ്യനായാൽ പോലും മൃഗീയമായ രീതിയിൽ ഉപദ്രവിക്കുന്ന സ്വഭാവം ഉണ്ടാകുക, മാരകായുധങ്ങൾ എടുത്ത് മറ്റുള്ളവരെ നമ്മൾ അതായത് അന്നുവരെയും ഒരു തുള്ളി രക്തം കണ്ടാൽ ചിലപ്പം ബോധം കിട്ടുകയില്ല. അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ പിച്ചാത്തിയോ അതുപോലുള്ള ബ്ലൈഡോ ഒക്കെ എടുത്തിട്ട് സ്വയം കൈകാലും മുറിക്കുക, മറ്റുള്ളവരുടെ ശരീരത്തെ മുറിക്കുക. അതുപോലെ ആത്മഹത്യ ടെൻഡൻസി അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് ഈ പൊട്ടക്കിണർ അല്ലെങ്കിൽ കിണറുകളിൽ ജലത്തിൽ ചാടി മരിക്കാനുള്ള ഒരു ടെൻഡൻസി, കുളത്തിലോ ഒഴുക്ക് ജലത്തിലോ അതുപോലെ നേരത്തെ ഞാൻ പറഞ്ഞ കിണറ്റിലോ ഒക്കെ ചാടി മരിക്കാനുള്ള ടെൻഡൻസി അന്ന് ഒരു കാരണവും ഉണ്ടാകില്ല അവർക്ക്. വെറുതെ ഇങ്ങനെ ഒരു സ്വഭാവ വ്യത്യാസം ഉണ്ടാകുന്നു. അതുപോലെ അന്നുവരെ സംസാരിക്കാത്ത ഭാഷകൾ സംസാരിക്കുക, അന്നുവരെ ചെയ്യാത്ത പ്രവൃത്തികൾ ചെയ്യുക, ഇങ്ങനെ പല കാര്യങ്ങൾ. പെട്ടെന്ന് ദേഷ്യപ്പെടും, ആൾ മാറി ദേഷ്യപ്പെടും. പക്ഷെ കുറേ കഴിയുമ്പോൾ അവർ തന്നെ സ്വയം തിരിച്ചു വരുന്നൊരവസ്ഥ. പറയാം, അയ്യോ ഞാൻ എന്താണ് കാണിച്ചത്, പറ്റിപ്പോയി, എനിക്ക് അബദ്ധം പറ്റിപ്പോയി, ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ക്ഷമ പറയുന്ന ചില അവസ്ഥകൾ. ഇങ്ങനെയൊക്കെയുള്ള ആ ഒരു സ്വഭാവ വ്യത്യാസം നമ്മളിലുള്ള ഒരാൾക്ക് വരികയാണെങ്കിൽ ആ സ്വഭാവ വ്യത്യാസം വരുന്ന ആൾക്ക് അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അവരുടെ ധാരണ ഞാൻ വളരെ കറക്റ്റായിട്ട് അല്ലെങ്കിൽ ഞാൻ വളരെ മര്യാദയോടുകൂടി ഇടപഴകുന്നു, മറ്റുള്ളവർ എന്നോട് വളരെ മോശമായിട്ടാണ് പെരുമാറുന്നത്, അതുകൊണ്ടാണ് എനിക്കിങ്ങനെ കാണിക്കേണ്ടി വരുന്നത്, ഈ ഒരു ചിന്ത അവർക്കുണ്ടാകുക. അങ്ങനെ വരുമ്പോഴുള്ളൊരു ദൂഷ്യം അവർക്ക് അവർ ചെയ്യുന്ന തെറ്റ് മനസ്സിലാക്കാൻ സാധിക്കില്ല. പക്ഷേ കൂടെ ഉള്ളവർക്ക് മനസ്സിലാക്കാം. ഞാൻ തുടക്കം പറഞ്ഞതുപോലെ ഇപ്പം സുകുമാരൻ എന്താണ്, സുകുമാരൻ ഇങ്ങനെ അല്ലായിരുന്നല്ലോ, സുകുമാരൻ എന്ത് ഇങ്ങനെ കാണിക്കുന്നു, കൃത്യമായി ജോലിക്ക് പോയിക്കൊണ്ടിരുന്നു, പിന്നെ ജോലിക്ക് പോകില്ല. അതുപോലെ മദ്യപാനശീലം, ദുശീലങ്ങൾ, ഇതൊക്കെ ഈ പ്രേതബാധയുടെ ലക്ഷണങ്ങളായിട്ട് നമുക്ക് കണക്കാക്കണം. ഇത് പറയുമ്പോൾ മറ്റൊരു കാരണവും കൂടിയുണ്ട്. ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, മാനസിക പ്രശ്നങ്ങളും ഇതുപോലെ ഉണ്ടാകാം. അതായത് ചില ആൾക്കാർക്ക് ചില ജീവിത സാഹചര്യങ്ങൾ കൊണ്ടുവരുന്ന ചില പ്രശ്നങ്ങൾ, ഡിപ്രഷൻ, അതും ഏകദേശം ഇതുപോലുള്ള ലക്ഷണങ്ങളൊക്കെ കാണിക്കും. അങ്ങനെ വരുമ്പോഴാണ് ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നത്. എൻ്റെ അടുത്ത് ചില ആൾക്കാർ ഇതേ കണക്കുള്ള ആൾക്കാരെ കൊണ്ടുവന്നിട്ട് പറയും അവൻ്റെ പ്രേതം പിടിച്ചു. നമ്മൾ പരിശോധിക്കുമ്പോൾ അങ്ങനെ ഒരു ലക്ഷണവും നെഗറ്റീവിൻ്റെ അല്ലെങ്കിൽ ഗോസ്റ്റിൻ്റെ ഒരു ലക്ഷണവും ഉണ്ടാകില്ല. ഇതേ ലക്ഷണങ്ങൾ അത് അവർക്കുണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങൾ കൊണ്ടാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനൊരു വിഷയം നമുക്കോ നമ്മുടെ കൂടെയുള്ളവർക്കോ വന്നാൽ ആദ്യം നിങ്ങൾ ഡോക്ടറെ കാണിക്കുക തന്നെ വേണം. ഒരുപാട് പേര്, ഒരു ദിവസം എത്രയോ പേര് എന്നെ വിളിക്കുന്നുണ്ട്. വിളിച്ചിട്ട് അവർ പറയുന്ന ലക്ഷണങ്ങൾ കേട്ടാൽ ശരിക്കും നമുക്ക് ഒരാൾക്ക് കേൾക്കുമ്പോൾ ഇത് പ്രേതം പിടിച്ചു, ഒരു ഗോസ്റ്റ് പിടിച്ചു എന്ന് തന്നെ മനസ്സിലാക്കണം. പക്ഷേ കാര്യങ്ങൾ ചോദിച്ച് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അവർക്കുണ്ടാകുന്ന ചില വിഷയങ്ങൾ, ദാമ്പത്യ ജീവിതത്തിൽ വരുന്ന ചില പ്രശ്നങ്ങൾ. അതുപോലെ തന്നെ ഇന്നത്തെ കുട്ടികൾ, അവർക്ക് ഒരു 20-22 വയസ്സ്, അതായത് വിവാഹത്തിനൊക്കെ ജോലിയൊക്കെ കിട്ടുന്നതിന് മുമ്പുള്ള മിക്ക കുട്ടികൾക്കും ഇപ്പം മൊബൈലുകൾ കയ്യിൽ കിട്ടാതെ വരുമ്പോൾ ഭ്രാന്തമായ ചില അവസ്ഥകൾ അവർ കാണിക്കും. അവർ പിന്നെ അച്ഛനെന്ന് മനസ്സിലാക്കില്ല, അമ്മയെന്ന് മനസ്സിലാക്കില്ല, വേണ്ടുന്ന വേലകൾ അത്രയും കാണിക്കും, എടുത്തെറിയും, ബഹളവും ചിലപ്പോൾ പിന്നെ പള്ളു വരെ പറഞ്ഞു വന്നിരിക്കും. അതൊന്നും ഇങ്ങനെയല്ല. അപ്പം അങ്ങനൊരു വിഷയം വന്നു പോയാൽ ആദ്യം നിങ്ങൾ ഡോക്ടറെ കാണിക്കുക. അത് ഉറപ്പായിട്ടും കാണിക്കണം. കാണിച്ച് ആ ഡോക്ടർ പറയും ഇത് രോഗാവസ്ഥ അല്ല എന്ന് പറഞ്ഞാൽ മാത്രമേ ഞങ്ങളെപ്പോലുള്ളവർക്ക് കൊണ്ടുവരാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ തുടക്കമേ നിങ്ങൾക്ക് മനസ്സിലാക്കണം അതങ്ങനെ ഒരു സ്ഥലത്തു നിന്ന് പിടിച്ചു എന്നുള്ള. പിന്നെ ഇതിൻ്റെ ഇത് ലക്ഷണം, അതായത് ഈ പ്രേതബാധയും ഈ മാനസിക രോഗവും തമ്മിൽ നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റുന്ന ചില ലക്ഷണങ്ങൾ ചില ആൾക്കാർ കാണിക്കാറുണ്ട്. അതായത് ആൾ മാറിയിട്ട് ഞാൻ മറ്റൊരാളാണെന്ന് പറഞ്ഞിട്ട് വ്യക്തമായ തെളിവുകളോടുകൂടിയൊക്കെ അവർ സംസാരിക്കും. അതായത് ഈ ഗോസ്റ്റ് ശരീരത്ത് വന്നിട്ട്, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ സുകുമാരൻ എന്ന് പറഞ്ഞ ഒരാളാണ്, പക്ഷേ ആ ശരീരത്തിൽ ഇത് വന്നിരുന്നിട്ട് പെട്ടെന്ന് ആൾ മാറും. നമുക്ക് കാണുമ്പോൾ തന്നെ ഭയം തോന്നുന്ന വിധത്തിലേക്ക് ഭാവവ്യത്യാസം വന്നിട്ട് അയാൾ മറ്റുള്ള ഏതെങ്കിലുമൊക്കെ ബന്ധുവിനെ കുറിച്ചൊക്കെ സംസാരിക്കും. അയാളുടെ പേര് ചിലപ്പം അത് ഈ പറഞ്ഞ കണക്ക് സുകുമാരൻ എന്ന് പറയും, എൻ്റെ പേര് മധു ആണെന്ന് പറയും, ഇല്ലെങ്കിൽ എൻ്റെ പേര് അനിലാണെന്ന് പറയും. അങ്ങനെ ഏതെങ്കിലുമൊക്കെ പേര് പറഞ്ഞ് ആൾ മാറി സംസാരിക്കുന്ന അവസ്ഥയൊക്കെ വന്നാൽ ഉറപ്പാക്കിക്കോളൂ അതൊരു പ്രേതബാധയാണെന്ന്. അപ്പം ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോയി പരിശോധിച്ചതിന് ശേഷം മാത്രമേ
ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഇങ്ങനെയുള്ള ഞങ്ങളെപ്പോലുള്ള എടുത്ത് കൊണ്ടുവരാൻ പാടുള്ളൂ. കാര്യം എൻ്റെ അടുത്ത് അങ്ങനെ ആരെങ്കിലും കൊണ്ടുവന്നാൽ കൃത്യമായും ഞാനത് പരിശോധിക്കും. ഇത് രോഗമാണോ അല്ലെങ്കിൽ ദോഷമാണോ. ഇപ്പോൾ തന്നെ എൻ്റെ അടുത്ത് വന്നൊരു കേസ് കേട്ട് ഒരു ഭൂമി സംബന്ധമായി വന്നൊരു ദോഷമാണ്. ആ ദോഷം വഴി ഒരു ചെറുപ്പക്കാരനാണ്. അതിൽ മൂത്തയാൾ അയാൾ മരണപ്പെട്ടു, ഈ ദോഷം കൊണ്ട് തന്നെ മരണപ്പെട്ടു. രണ്ടാമത്തെ ആൾ അയാൾക്ക് ഒരു ഇതേ കണക്ക് ഗോസ്റ്റ് പിടിച്ചിട്ട് വേണ്ടുന്ന ബഹളങ്ങളൊക്കെ കാണിച്ചു. പക്ഷേ പറ്റിയൊരു അബദ്ധം, അയാൾ ജീവിച്ചെന്ന് ഈ ഗോസ്റ്റ് പിടിച്ചതിന് ശേഷം അങ്ങേര് ജീവിച്ചു വന്ന ഒരു സാഹചര്യം വെച്ചിട്ട് അയാൾക്ക് ഇതിനോടൊപ്പം തന്നെ ഒരു മാനസിക പ്രശ്നമുണ്ടായി. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് ഈ ഒരവസ്ഥ വർഷങ്ങളായി ഇത് പിടിച്ചിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമേ ഉള്ളൂ. പക്ഷെ ഞാനെങ്കിലും കാര്യമായി തന്നെയൊക്കെ ചെയ്തു. ആ ദോഷങ്ങളെല്ലാം മാറി. അത് അയാൾ പറയുന്നുണ്ട്, എനിക്കിപ്പോൾ ദോഷമൊന്നുമില്ല, പക്ഷേ ചില സമയങ്ങളിൽ എൻ്റെ മനസ്സ് എനിക്ക് നിയന്ത്രിച്ചിട്ട് കിട്ടുന്നില്ല. അങ്ങനെ അന്വേഷിച്ചപ്പോഴത്തേക്കാണ് ഇയാൾ താമസിക്കുന്ന ആ സാഹചര്യം, അതായത് എപ്പോഴും ഇയാളൊരു ഇരുണ്ട മുറിയിലിരിക്കാൻ ആഗ്രഹിക്കുന്നു. അധികം ആൾക്കാരൊന്നുമില്ല, ഒന്നോ രണ്ടോ അച്ഛനോ ആരോ ഒരാളോ കൂടിയൊക്കെ ഉള്ളൂ, അവർ മാത്രമേ ഉള്ളൂ. ഈ മുറിക്കകത്ത് അവൻ ഇരിക്കും. രാവിലെ അവർ പോവും, ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരം അവനുള്ള ആഹാരം കൊണ്ടുവരും. അതുവരെ ഇവ ഇവിടെയാണ് ഇരിക്കുന്നത്. അത് ഇവൻ ഈ ദോഷങ്ങൾ മാറിയതിന് ശേഷവും അവൻ്റെ മനസ്സ് അത് വികസിക്കാനോ അല്ലെങ്കിൽ പുറം ലോകമൊന്ന് കാണാനോ ഒന്നും അവന് ഉപകരിക്കുന്നില്ല, അവന് സാധിക്കുന്നില്ല. അതുവഴി അവൻ വീണ്ടും അത് ഡിപ്രഷനിലേക്ക് പോയി. പക്ഷെ അവർ പറയുന്നത് ഇപ്പോഴും അവനെ പ്രേതം പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഞാനത് നിർബന്ധപൂർവ്വം പറഞ്ഞു, ഇനി നിങ്ങളൊന്ന് ഡോക്ടറെ കാണിക്കൂ, ഇല്ലെങ്കിൽ അവൻ എവിടെയെങ്കിലും ഈ നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്ത്, ഒരു ബന്ധുവിൻ്റെ വീട്ടിലോ 10 പേരോട് സഹകരിക്കാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ കൊണ്ടുപോവുക എന്നുള്ളതാണ്. അപ്പോൾ ഈ പ്രേതബാധകൾ പിടിച്ചു കഴിഞ്ഞാൽ അത് പിന്നീട് നമുക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. ഒരു മാനസിക പ്രശ്നവും ഇല്ലാത്ത ഒരാൾക്ക് പ്രേതം പിടിച്ചു കഴിഞ്ഞാൽ, ഗോസ്റ്റ് വന്നു കഴിഞ്ഞാൽ, പിന്നീട് അങ്ങേർക്ക് അത് ഈ ദോഷങ്ങൾ മാറിയാൽ മാനസിക പ്രശ്നങ്ങൾ വരുന്ന ഒരുപാട് പേരുണ്ട്. കാരണം നമ്മളത് പറഞ്ഞാൽ പോലും മിക്ക ആൾക്കാർക്ക് മനസ്സിലാകില്ല. എന്നിട്ട് എൻ്റെ അടുത്ത് വന്ന വേറൊരു കേസ് കേട്ട് ഒരു പെൺകുട്ടിയാണ്. ആ കുട്ടിക്ക് ഇതെനിക്ക് ദോഷം ഇതെല്ലാം മാറ്റിക്കൊടുത്തതിന് ശേഷവും പിന്നെ അത് കാണിക്കുന്ന ലക്ഷണം കാണുമ്പോൾ നമുക്കറിയാതെ. പക്ഷേ ഞാൻ അവരോട് പറഞ്ഞ്, നിങ്ങളൊരു കാര്യം ചെയ്യൂ, രഹസ്യമായിട്ടെങ്കിലും ഒരു ഡോക്ടറെ കൂടെ ഒന്ന് കാണിക്കൂ. കാര്യം ദോഷങ്ങളായിട്ടിപ്പോൾ ഒന്നുമില്ല. പക്ഷെ അവരിങ്ങനെ 150 സ്ഥലത്ത് കൊണ്ടു കിടക്കുകയാണ്. എൻ്റെ മോൾക്ക് പ്രേതം പിടിച്ചു എന്ന് പറഞ്ഞിട്ട്. അത് കല്യാണം പോലും കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ പറഞ്ഞു, അങ്ങനെ നിങ്ങൾ ഇനി കൊണ്ടുപോകരുത്. ഒന്നുമില്ല, ആ കുട്ടിക്ക് ദോഷമായിട്ട് ഇപ്പോൾ ഒന്നുമില്ല. പിന്നെ മാനസിക പ്രശ്നങ്ങളാണ് എന്നെ വന്നു പോയിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങളൊരു ഡോക്ടറെ കാണിക്കുമെന്ന് പറഞ്ഞപ്പം അവരെൻ്റെ അടുത്ത് പൊട്ടിത്തെറിച്ചു. എൻ്റെ മകൾക്ക് ഭ്രാന്താണെന്നാണോ പറയുന്നത്? എന്ത് ഭ്രാന്തെന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവർക്കും വരാൻ പറ്റുന്ന ഒരു അവസ്ഥയാണത്. അതൊരു രോഗമായിട്ട് കണക്കാക്കണ്ട. ഒരു മനുഷ്യൻ്റെ അവസ്ഥയാണ് ഭ്രാന്തെന്ന് പറയുന്നത്. അതിൽ നിന്നും അവരെ തിരിച്ചു കൊണ്ടുവരണം. അതിന് ഇന്ന് ഒരുപാട് ഡോക്ടർമാരും അതുപോലെ മരുന്നും ഹോസ്പിറ്റലും ഒക്കെ ഉണ്ട്. ഇത് എല്ലാവർക്കും വരാം. എനിക്കോ എൻ്റെ ബന്ധുക്കൾക്കോ മാത്രം ഇത് വരില്ല, ബാക്കി ലോകത്ത് കിടക്കുന്ന എല്ലാവർക്കും വരുമെന്ന് ചിന്തിക്കരുത്. അങ്ങനെ പറഞ്ഞിട്ട് അവർ വേറെ എവിടെയോ വീണ്ടും ആ കൊച്ചിനെ കൊണ്ട് പോയിരിക്കുകയാണ്. അപ്പം നമുക്കിങ്ങനെ ഇത് ദോഷമെന്ന് പറഞ്ഞ് പ്രേതം പിടിച്ചു എന്ന് പറഞ്ഞ് എവിടെ വേണോ അവർക്ക് കൊണ്ട് നടക്കാം. അതിനവർക്ക് ഒരു നാണക്കേടുമില്ല. അത് ചികിത്സിച്ച് ഭേദമാക്കി കൊടുത്ത് അവർ തെളിവോടുകൂടി അവർക്കത് മനസ്സിലായി മാറിക്കിട്ടിയെന്നുള്ളത്. വീണ്ടും കാണിക്കുന്ന ലക്ഷണങ്ങൾ അത് ഒരു ഡോക്ടറെ കാണിച്ചാൽ, ഞാൻ പറഞ്ഞു, ചെറിയ 1-2 ഗുളികയുടെ ആവശ്യം മാത്രമേ, നന്നായിട്ടൊന്ന് ഉറങ്ങാൻ സാധിക്കണം. അതിന് ഉറക്കമില്ല. ഉറക്കം കിട്ടിയാൽ കുട്ടി അത് നന്നായി വരും. പക്ഷെ അവർക്കത് മനസ്സിലാകണ്ടേ? അപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ, നമ്മൾ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മളിലേക്ക് ഇതേ കണക്കുള്ള ഗോസ്റ്റ് വരാനായിട്ട്, പ്രേതം വരാനായിട്ട് വളരെ സാധ്യതകൾ കൂടുതലാണ്. നമ്മൾ ഭയപ്പെടാതെ വേണം മുന്നോട്ട് പോകാനായിട്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ പോലും തീർച്ചയായിട്ടും നമ്മൾ ഭയപ്പെടാതെ അതിനെ നേരിടാൻ ശ്രമിക്കുക. കാരണം ഈ പ്രേതമെന്ന് പറയുന്നതിന് അതിന് നേരിട്ട് വന്ന് നമ്മളെ കഴുത്തിലോ ശരീരത്തിലോ നമ്മുടെ രോമത്തെ പോലും പിഴാൻ സാധിക്കില്ല. അതിനൊന്നും ചെയ്യാൻ സാധിക്കില്ല. അതൊരു ചെറിയ നിശ്വാസം പോലെയുള്ളതാണ്. അത് എപ്പോഴാണ് ഇത് പ്രവർത്തിക്കുന്നത്? മറ്റൊരു ശരീരത്തിലേക്ക് കയറി ആ ശരീരത്തിനെ കൊണ്ടാണിത് നമ്മളിൽ ഉപദ്രവങ്ങൾ ഉണ്ടാക്കിക്കുന്നത്. കാരണം എന്താണ്? അതിന് കയ്യുമില്ല, കാലുമില്ല, അതായത് ഒരു ശരീരമേ ഇല്ല.
പക്ഷേ ശരീരത്തിനെ പ്രവർത്തിപ്പിക്കാൻ പറ്റുന്ന വിധത്തിൽ പെട്രോൾ പോലെയാണ്. പെട്രോളിന് എന്ത് ചെയ്യാൻ പറ്റും? അതൊരു വാഹനത്തിലേക്ക്, പെട്രോൾ ടാങ്കിലേക്ക് വന്ന് അത് എഞ്ചിനിലേക്ക് ചെല്ലുമ്പോൾ അത് എഞ്ചിൻ വാഹനം പാഞ്ഞു പോകുന്നു, ഫ്ലൈറ്റൊക്കെ പറന്നു പോകുന്നത് കണ്ടിട്ടില്ലേ? അത്രയും ശക്തിയാണ്. അതുപോലെ ഇതൊരു മനുഷ്യ ശരീരത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ മാത്രമേ ഇവൻ അപകടകാരിയാകുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പം എന്താണ് വേണ്ടത്? ശരീരത്തെ കടക്കാതിരിക്കാനുള്ള ചില പരിപാടികളൊക്കെ ഉണ്ട്. അത് മനസ്സിലാക്കേണ്ടുന്ന കാര്യങ്ങൾ എൻ്റെ ചാനലിൽ ഞാനത് കൃത്യമായി പറയുന്നുണ്ട്. അതൊക്കെ കണ്ട് മുന്നോട്ട് പോയാൽ നമുക്കൊരു വിധത്തിലും പ്രേത ലക്ഷണങ്ങൾ ഉണ്ടാകില്ല, പ്രേതം നമ്മളെ പിടിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ പ്രേതമില്ല എന്നൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട്. എല്ലാവരും അങ്ങനെ പറയുക, കാര്യം ഇതൊന്നും ഇല്ലയെന്ന് വിശ്വസിച്ച് പോകുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഏറ്റവും കൂടുതൽ സുലഭമായി ഇന്ന് നമുക്ക് ചുറ്റിനുള്ളത് ഈ ഒരു സാധനമാണ്. ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. കാരണം എനിക്ക് നിന്ന് തിരിയാൻ സമയമില്ല പ്രേതത്തിനെ പിടിക്കാനായിട്ട്. ഇനി ഇന്ത്യക്കകത്ത് 3 സ്റ്റേറ്റിലേ പോകാനുള്ളൂ. ബാക്കി സകല സ്റ്റേറ്റിൽ ഞാൻ പോയി ഈ പ്രേതത്തിനെ പിടിച്ചിട്ടുണ്ട്. ഭാഷ അറിയില്ലെങ്കിൽ പോലും ഇതിനെ പോയി നമുക്ക് പിടിച്ചുകൊണ്ട് വരാൻ സാധിക്കും. അപ്പോൾ മനസ്സിലാക്കണം ഇത് എത്ര അപകടകാരിയാണെന്നും എന്തുമാത്രം നമ്മുടെ സുഹൃത്തുക്കളെക്കാളേറെ നമ്മളോടൊപ്പം ഇത് തോളിൽ കൈയിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളതും. അനുകൂല സാഹചര്യങ്ങൾ നമ്മളായിട്ടുണ്ടാക്കാതിരിക്കുക. പ്രേതത്തിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലക്ഷണങ്ങൾ അത് കാണുകയാണെങ്കിൽ നമ്മൾ കൃത്യമായിട്ടുള്ള ആ ചികിത്സ വിജയിച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ ചികിത്സ വേണ്ടെങ്കിൽ അടുത്ത ഏതെങ്കിലും ഒരു പൂജാവിധിയിൽ കൂടി അതിനെ എത്രയും പെട്ടെന്ന് ഒഴിവാക്കി കളയുക എന്നുള്ളതാണ്. അടുത്തത് ഒരു പ്രേത അനുഭവ സംഭവ കഥ തന്നെ ഞാൻ പറയാം. കാര്യം ഇതുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. പ്രേതമാണെന്ന് വിശ്വസിച്ച് വർഷങ്ങളായിട്ട് കൊണ്ട് നടന്നിട്ട് അവസാനം അതൊരു പ്രേതമല്ലായിരുന്നു, ഒരു മാനസിക പ്രശ്നമായിരുന്നു. അത് നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു സംഭവ കഥയാണ്. ഞാൻ പോയി പരിഹരിച്ചതാണ്. അതിനെക്കുറിച്ച് ഞാൻ അടുത്ത എപ്പിസോഡിൽ പറയാം. ഞാനീ പറയുന്ന സംഭവങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ. നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്ന് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീഷ്യൽ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ. 1-2 ചെറിയ കാര്യങ്ങളുണ്ട്, അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം. അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിന് മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് നിങ്ങൾക്ക് തിരിച്ചു വിളിക്കുകയും ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഭൂമിക്കോ നിങ്ങളുടെ വീടിനോ വാസ്തുദോഷമോ ഭൂമിദോഷമോ അതുപോലുള്ള പ്രേതബാധ ദോഷങ്ങളോ സർപ്പദോഷങ്ങളോ ശത്രുദോഷങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഞാൻ നേരിട്ട് അവിടെ വന്നാലേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ തന്നെ വിളിച്ചോളൂ. അതിന് ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളും ചെയ്തു തരാം. അതുപോലെ നിങ്ങൾക്ക് ജ്യോതിഷം ഓൺലൈൻ വഴി അല്ലാതെ നേരിട്ടറിയാനുള്ള സംവിധാനമുണ്ട്. അങ്ങനെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരുവനന്തപുരത്താണ് വരേണ്ടത്. അങ്ങനെ വരുന്നവർ ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക. ഇതെൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. എല്ലാ ദിവസവും രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5:30 മണി വരെ നിങ്ങൾക്ക് ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യാം. നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് വേണ്ടി എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസ്സും ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.